അങ്ങനെ ഇന്ന് നമ്മുടെ സ്കാൻഡിനേവിയൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മൾ എയർപോർട്ടിൽ നമ്മൾ ഖത്തർ എയർവേസിലാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഫിൻലാൻഡിലാണ് നമ്മൾ പോകുന്നത്. ഫിൻലാൻഡിലെ ഹെൽസിൻകി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഈ ഹെൽസിൻകിയിലേക്ക് ഖത്തർ വഴി ദോഹ വഴിയാണ് പോകുന്നത്. ഖത്തർ എയർവേസിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റാണ് കൊച്ചി ടു ദോഹയും പിന്നെ ദോഹ ടു ഹെൽസിൻകി. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കൂടി ഒന്നിങ്ങനെ കറങ്ങി നടന്ന് പിന്നെ നമ്മൾ ലോഞ്ചിൽ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ 2 രൂപയ്ക്ക് ഫുഡ് കിട്ടുന്ന ലോഞ്ച് ഉണ്ടല്ലോ, ഏർത്ത് ലോഞ്ച്, നല്ല അടിപൊളി ലോഞ്ചാണ് കൊച്ചിയിൽ. നമുക്ക് കാർഡ്സൊക്കെ ഡെബിറ്റ് കാർഡായാലും ക്രെഡിറ്റ് കാർഡായാലും ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ലോഞ്ച് യൂസ് ചെയ്യാം. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയിൽ കുറേ നല്ല ചോക്ലേറ്റ്സൊക്കെ കണ്ടു. അപ്പോൾ അതിൽ കൂടിയൊക്കെ ഒന്നിങ്ങനെ കറങ്ങി നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് ഗേറ്റൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ ശേഷം ലോഞ്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഗേറ്റൊക്കെ നമ്മൾ കണ്ടു. നമ്മളെ സീറ്റൊക്കെ ബാഗൊക്കെ അവിടെ വെച്ച് ഏൽപ്പിച്ച് നമ്മൾ മുകളിൽ ലോഞ്ചിൽ പോയിട്ടോ. ലോഞ്ചിൽ ഏതൊക്കെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഗ്രാൻഡായിട്ടുള്ള ലോഞ്ചാണ് കേട്ടോ ഈ ഏർത്ത് ലോഞ്ച് കൊച്ചിയിൽ. കാലിക്കറ്റിൽ നമുക്ക് ചെറിയൊരു ലോഞ്ച് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല സ്പേഷ്യസാണ്, നല്ല സോഫയൊക്കെ ഉണ്ട്, ഇരിക്കാൻ തന്നെ നല്ല സ്പേഷ്യസാണ്. പിന്നെ ഇങ്ങനെ കുറേ ടീ കേക്കുകളുണ്ട്, കുറേ ക്രോയിസൻ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ സ്നാക്ക് ഐറ്റംസും കുറച്ചുണ്ട്. പിന്നെ മെയിൻ കോഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കേസരി ഉണ്ട്, റവ കേസരി ഉണ്ട് കേട്ടോ. പിന്നെ പരിപ്പ് പായസം, ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ശർക്കരയൊക്കെ ഇട്ട പരിപ്പ് പായസം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു. പിന്നെ നമുക്ക് ചോറിന് കഴിക്കാൻ വേണ്ടി കുറേ ടൈപ്പ് കറികളുണ്ട് കേട്ടോ. കുറേ വെജ് കറികളുണ്ട്, കുറേ ആലു ഉണ്ട്, പിന്നെ കുറേ മിക്സഡ് ആയിട്ടുള്ള വെജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ട്. അങ്ങനെ ഗ്രാൻഡായിട്ട് ഇങ്ങനെ വെജ് മപ്പാസ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് കേട്ടോ. വെജിറ്റേറിയൻസിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ട്, വൈറ്റ് റൈസും ദാലുണ്ട് കേട്ടോ. പ്ലെയിൻ റൈസ് വേണ്ടവർക്ക് അതുണ്ട്. കാസറോളിൽ ഇങ്ങനെ ചപ്പാത്തി വെച്ചിട്ടുണ്ട്, വൈറ്റ് റൈസും എല്ലാം ഉണ്ട്. പിന്നെ നല്ല ചിക്കൻ ബിരിയാണിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്നാക്സ് മാത്രം മതി എന്നുള്ളവർക്ക് അതും കഴിക്കാം. കുറേ ബിസ്ക്കറ്റ്സും കുക്കീസും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു വെജ് സൂപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ടീ മേക്കറും കോഫി മേക്കറും ഒക്കെ ഉണ്ട്. ഫ്രഷ് ലൈമുണ്ട്. ഫ്രഷ് ലൈമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോഫി ബീൻസിൻ്റെ കോഫിയും ഒരു കുക്കീസും കഴിക്കാനാണ് തോന്നണമെങ്കിൽ അങ്ങനെ കേട്ടോ. പിന്നെ ഒരുപാട് ടൈപ്പ് സാലഡ്സ് ഉണ്ട്. മക്രോണി സാലഡ് ഉണ്ട്, ഗ്രീൻ സാലഡ് ഉണ്ട്, പിന്നെ കുറേ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കക്കരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാട്ടർമെലൺ ഉണ്ട്. അങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഒരു ഡിന്നറോ അതോ ഒരു ടീയും സ്നാക്കും കഴിക്കാനാണെങ്കിൽ അങ്ങനെ എന്ത് വേണേലും കഴിക്കാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഫിഷ് കറിയും ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ പരിപ്പ് പായസവും കേക്കും കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ നമ്മൾ ആ സാലഡ്സും ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള ലൈം ജ്യൂസ് കുടിച്ചു. പിന്നെ നമുക്കത് മിറിൻഡ, സ്പ്രൈറ്റ്, കൊക്കക്കോള അങ്ങനെ ഏത് ബോട്ടിൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. എല്ലാ ക്യാൻഡായിട്ടുള്ള ടിൻഡായിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ബിരിയാണിയും കൂടി എടുത്ത് ടേസ്റ്റ് ചെയ്തു കേട്ടോ. സംഭവമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു കിഡിലൻ കോഫിയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മിറിൻ്റെയുടെ ഒരു ബോട്ടിൽ എടുത്തിരുന്നു. അങ്ങനെ നമ്മൾ മിൽക്ക് കോഫി വിത്ത് മിൽക്ക് എടുത്ത് അതും കൂടി കഴിച്ച് നമ്മുടെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ ഖത്തർ എയർവേസിൽ കയറി. അപ്പോൾ ബാക്കി അടുത്ത